ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. മക്കബേയക്കാരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 44-45 വാക്യങ്ങൾ. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുമെന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നവംബർ മാസം മരണമടഞ്ഞവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണെന്ന് നമുക്കറിയാം. വർഷത്തിൽ എല്ലാ വർഷവും നവംബർ മാസം കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന്, വിശ്വാസ കൂട്ടായ്മകളിൽ നിന്നൊക്കെ മരണമടഞ്ഞവരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും സഭ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ നാളുകളാണ് നവംബർ മാസം. ഈ നവംബർ മാസത്തിൽ നമ്മുടെ പരേതരെ ഓർക്കുമ്പോൾ ഈ ദിനത്തിൽ അവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, പരേതരായിട്ടുള്ളവരോട് നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ധ്യാനിക്കാനായിട്ട് ഈ വചനം തിരുവചനത്തിൽ നമുക്ക് ഒരുങ്ങാം. മരിച്ചവർ ഓരോരുത്തരും അവർ നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മരിച്ചവരെ ഓർമ്മിക്കാറുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ച വർഷങ്ങൾ കഴിയുമ്പോൾ പലപ്പോഴും ഈ ഓർമ്മകൾ, ആ ഓർമ്മകളുടെ ആ തീവ്രത നഷ്ടപ്പെടുന്നുണ്ടോ? അവരോടുള്ള സ്നേഹമുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവരുടെ കുറവുകൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചവർ നമ്മളെ ഓർക്കുന്നുണ്ട് എന്ന് പറയുവാനായിട്ട് കാരണം, ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ധനികനായ മനുഷ്യനും ലാസറിൻ്റെയും ഉപമയിൽ. ധനികനായ മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ മറന്ന്, മനുഷ്യനെ മറന്ന് ജീവിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതം നിത്യ നരകാഗ്നിയിലേക്കാണ് ചെന്ന് വീഴുന്നത്. നരകത്തിൽ കിടക്കുമ്പോൾ അവൻ ലാസറിനെ കാണുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നിൽ ദരിദ്രനായി, ആരാലും ഗൗനിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ കിടന്ന ലാസർ അബ്രഹാത്തിൻ്റെ മടിയിൽ ഇരിക്കുമ്പോൾ ധനവാൻ അബ്രഹാത്തോട് പറയുന്നുണ്ട്, ധനവാൻ്റെ ഈ അഗ്നിയിൽ കിടന്നുള്ള വേദന ശമിപ്പിക്കുവാൻ ലാസറിനെ ഒന്ന് അയക്കുവാനായിട്ട്. എന്നാൽ അബ്രഹാം പറയുന്നത് എന്താണ്? ഞങ്ങൾക്കും തമ്മിൽ ഒരു അഗാധ ഗർത്തമുണ്ട്. ഇത് പറയുമ്പോൾ ധനവാൻ പെട്ടെന്ന് അവൻ്റെ ഭവനത്തിലെ ഓർക്കുകയാണ്. ഭൂമിയിൽ അവൻ്റെ സഹോദരന്മാരുണ്ട് 5 പേര്. അവർ തിന്നും കുടിച്ചും മതിച്ചുമൊക്കെ ജീവിക്കുകയാണ്. ദൈവത്തെ മറന്ന്, മനുഷ്യരെ മറന്ന് ജീവിച്ചാൽ ഇതേ നിത്യ അഗ്നിയിൽ, നാശത്തിൽ ഇവരും വന്ന് പതിക്കുമെന്നോർത്ത് ഈ ധനവാൻ അബ്രഹാത്തോട് യാചിക്കുകയാണ്, ഈ ഭൂമിയിലുള്ള ഈ 5 സഹോദരന്മാരുടെ അടുക്കലെങ്കിലും ഈ ലാസറിനെ ഒന്ന് വിട്ട് നേരായ ജീവിതം നയിക്കുവാൻ അവരോട് പറയണമെന്ന്. പ്രിയമുള്ളവരെ, ഇത് പറയാനായിട്ട് കാരണം മരിച്ചവർ നമ്മളെ ഓർക്കുന്നുണ്ട്, നമ്മളെ ഓർമ്മിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ മരിച്ചവരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ധാർമ്മികമായ ഒരു കടമയുണ്ട് എന്ന് ഈ നവംബർ മാസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മരിച്ചവരോട് ഇരിക്കുന്നവർ എടുക്കേണ്ട 3 നിലപാടുകളും അവർക്ക് വേണ്ടി ചെയ്യേണ്ട 10 കാര്യങ്ങളും ഈ വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. മരിച്ചവരോട് ജീവിച്ചിരിക്കുന്നവർ ഒന്നാമത് ചെയ്യേണ്ടത് അവരെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. കുറച്ച് നാളൊക്കെ നമ്മുടെ കൂടെ വസിച്ചു, നമുക്കൊരു അനുഗ്രഹമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായൊക്കെ നിന്നവർ ദൈവം അനുവദിച്ച നാളുകൾ കഴിയുമ്പോൾ ദൈവം അവരെ ദൈവസന്നിധിയിലേക്ക് തിരികെ വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അവരെ പിടിച്ചു വയ്ക്കുന്ന മനോഭാവം പാടില്ല. ദൈവം തന്നു, ദൈവം എടുത്തു എന്നുള്ള മനോഭാവത്തോടെ ദൈവമേ നിൻ്റെ കരങ്ങളിൽ ഈ പരേതരായിട്ടുള്ളവരെ ഞാൻ നൽകുന്നു എന്ന് പറയുവാനായിട്ട് കഴിയണം.
പലപ്പോഴും നമ്മൾ ഇത് കൊടുക്കാതെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുരിതം വന്നു, ഈ തകർച്ച വന്നു, ഈ മരണം എൻ്റെ ഭവനത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ആകുലപ്പെട്ട് അവരെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ജീവിതമാണെങ്കിൽ അത് ദൈവീകമല്ല, അത് നമ്മുടെ സഭ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മരിച്ചവരെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഒന്നാമതായി നമുക്ക് സമർപ്പിക്കുവാനായിട്ട് കഴിയണം. രണ്ടാമത്, മരിച്ചവരോടുള്ള വെറുപ്പും അവരെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ പറയുന്ന സ്വഭാവവും ജീവിച്ചിരിക്കുന്നവർ അവസാനിപ്പിക്കണം. മരിച്ചു കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മരിച്ചവരോട് ഇപ്പോഴും വെറുപ്പും വൈരാഗ്യവും പുലർത്തുന്നവരെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മരിച്ചവരെക്കുറിച്ച് പോലും കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ, അല്ലെങ്കിൽ അവരെ ശപിക്കുന്ന സംസാരങ്ങൾ, അവരെ വെറുക്കുന്ന സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. മരിച്ചവരെ നമ്മൾ ഒരിക്കലും അവരോട് വെറുപ്പും വൈരാഗ്യവും കുറ്റപ്പെടുത്തലുകളും വച്ചുകൊണ്ട് പുലർത്താനായിട്ട് പാടില്ല എന്ന് പറയുകയാണ്. നിരുപാധികം അവരോട് ക്ഷമിക്കണം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം ആയിരുന്നപ്പോൾ അവർ നമുക്ക് വേണ്ടപ്പെട്ട ജീവിത രീതിയിൽ അവർ ചിലപ്പോൾ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അർഹതപ്പെട്ടത് നമുക്ക് തരാനായിട്ട് അവർക്ക് കഴിയാതെ പോയിട്ടുണ്ടാകാം. അവരുടെ കുറവുകൾ മൂലം നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. എങ്കിൽ കൂടി അവരോട് നമ്മൾ വെറുപ്പോ വൈരാഗ്യമോ തുടർന്ന് വച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. അവരോട് നിരുപാധികം ക്ഷമിക്കണം. ഏതെങ്കിലും രീതിയിൽ ഒരുപക്ഷെ മരിച്ചവർ നമ്മളോട് നമ്മളുടെ അടുത്ത് ക്ഷമ ചോദിച്ച് കടന്നുപോയവരാകാം. എന്നാൽ അവരോട് ഞാൻ ക്ഷമിക്കില്ല എന്നുള്ള വാശി നമ്മൾ വച്ചു പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഈ നാളുകളിൽ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. അവരിൽ നിന്ന് ക്ഷമ സ്വീകരിക്കുന്നത് നമ്മൾ ഭാവനയിൽ കാണാനായിട്ട് കഴിയണം. അവർക്ക് ക്ഷമ കൊടുത്ത് സ്നേഹത്തോടെ അവരുമായി രമ്യതയിലാകുന്നത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. മൂന്നാമത്, അവർ ചെയ്ത നന്മ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ക്രിസ്തീയ ജീവിതം സൽപ്രവൃത്തികളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിന് ഭാഗവാക്കാകുവാനുള്ള ഒരു വിളിയാണ്. മരിച്ചവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ, അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞായിരുന്ന നാളിൽ അവർ നമ്മളെ വളർത്തി പരിപോഷിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ അറിവില്ലാത്ത നാളുകളിൽ അക്ഷരജ്ഞാനം നൽകിയവരുണ്ട്. നമ്മളെ പരിചരിച്ച് സംരക്ഷിച്ചവരുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളിലും അവർ കുടുംബത്തെ നോക്കിയ അനേകരുണ്ട്. ഒരു വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളുപരി അവരുടെ ജീവിതത്തെ ധ്യാനാത്മകമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1000 നന്മകൾ ഓരോ മനുഷ്യനിലും കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം ഈ ഭൂമിയിൽ നന്മയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. കർത്താവായ ഈശോ അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരിലും നന്മകളുണ്ട്. അപ്പോൾ മരിച്ചുപോയവരുടെ നന്മകൾ കണ്ടെത്തി അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയുമ്പോൾ പ്രിയമുള്ളവരെ അവരുടെ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഈ നാളുകളിൽ അവരെ ഓർത്ത് നന്ദി പറയണം. ദൈവമേ, അവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അവരെൻ്റെ ജീവിതത്തിൽ ചെയ്ത ഇന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വചനഭാഗമൊന്ന് നമ്മൾ ശ്രവിക്കുന്നത് നന്നായിരിക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്, കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്, വിലപിക്കുന്നവനോട് കൂടെ വിലപിക്കുക, രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിത അന്ത്യത്തെപ്പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. പ്രിയമുള്ളവർ, ഈ വചനം പഠിപ്പിക്കുന്ന ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ച് വളരെ പ്രഭാഷകൻ ആധികാരികമായിട്ട് പഠിപ്പിക്കുകയാണ്. കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മൾ ഉദാരമായി കൊടുക്കണം. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് പിടിച്ചു വച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞിട്ടുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വീണ്ടും നമ്മൾ പകർന്നു കൊടുക്കുവാനായിട്ട് അത് കാരണമാകും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ തമ്മിൽ ഒരു പരസ്പര സ്നേഹവും ഉദാരമായി സഹായിക്കുന്ന നിലപാടുകളും എടുക്കണം. അതോടൊപ്പം മരിച്ചവരോടുള്ള കടമകൾ മറക്കരുത്. മരണമടഞ്ഞ വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെ അവരൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിന്ന്, ഓർമ്മകളിൽ നിന്ന് മറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട
10 കാര്യങ്ങൾ ഒന്ന് ധ്യാനപൂർവ്വം ഒന്ന് മനസ്സിലാക്കാം. കാരണം ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അവരുടെ പരേതരായിട്ടുള്ള ആത്മാക്കൾക്ക് ആശ്വാസവും അനുഗ്രഹവുമാകും. അതിനേക്കാൾ ഉപരി ജീവിച്ചിരിക്കുന്ന നമുക്ക്, നമ്മുടെ തലമുറയ്ക്ക് അതൊരു അനുഗ്രഹവും ബലവുമായി മാറും. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് മരിച്ചവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ പാദ്രിപ്പിയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ രാത്രിയിൽ കുറേ ആത്മാക്കൾ പാദ്രിപ്പിയുടെ അരികിൽ വന്ന് നന്ദി പറഞ്ഞു. ആ വിശുദ്ധ ബലിയുടെ ശക്തിയാൽ അവർക്ക് സ്വർഗരാജ്യത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാനായിട്ട് സഹായകമായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നന്ദി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയ്ക്ക് അത്രമാത്രം ശക്തിയുണ്ട്. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന വിശുദ്ധ കുർബാന നമ്മൾ ഈ പരേതരായിട്ടുള്ളവരെ ഓർത്ത് അവർക്ക് വേണ്ടി കാഴ്ചയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പ്രിയമുള്ളവരെ, സഭയിൽ വിശുദ്ധ കുർബാന, മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനകളുണ്ട്. ചില ഗ്രിഗോറിയൻ കുർബാനകളെന്ന് പറയും. 30 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള കുർബാന. ഈ ഗ്രിഗോറിയൻ കുർബാന എങ്ങനെയാണ് സഭയിൽ കടന്നു വന്നത് നമ്മൾ മനസ്സിലാക്കണം. മാർപ്പാപ്പ, ഗ്രഹരി മാർപ്പാപ്പ, അദ്ദേഹം മാർപ്പാപ്പയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴും രോഗമുണ്ടാകും. ആ രോഗമുള്ള ശരീരമായിരുന്നു. അതുകൊണ്ട് ആ രോഗമുള്ള ആ ശരീരമായതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിചരിക്കുവാനായിട്ട് എപ്പോഴും ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരിക്കും. ആ ഡോക്ടർ ജസ്റ്റസ് എന്നാണ് ആ ഡോക്ടറിൻ്റെ പേര്. അദ്ദേഹം ഒരു ബെനഡിക്റ്റൻ മങ്കായിരുന്നു. ബെനഡിക്റ്റൻ സന്യാസിയായ ഈ ജസ്റ്റസ് ഗ്രഹറി മാർപ്പാപ്പയെ പരിചരിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗ്രഹരി മാർപ്പാപ്പയെ പരിചരിച്ചിരുന്ന ഈ ഡോക്ടറിന് പെട്ടെന്ന് രോഗം വരികയാണ്. ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഈ ഗ്രഹരി മാർപ്പാപ്പ ഈ ഡോക്ടറിൻ്റെ രക്തബന്ധത്തിലുള്ള ഒരു സഹോദരനെ വിളിച്ച് ഈ ഡോക്ടറിനെ പരിചരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ പരിചരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ജസ്റ്റസ് എന്ന് പറഞ്ഞ ഈ ബെനഡിക്റ്റൻ മങ്കായ ഡോക്ടർ മരണമടഞ്ഞു കഴിഞ്ഞ് അപ്പോഴാണ് അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ രക്തബന്ധത്തിലുള്ള സഹോദരൻ ഈ ഗ്രഹരി മാർപ്പാപ്പയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് എനിക്ക് 3 സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. പ്രിയമുള്ളവരെ, ദാരിദ്ര്യം വ്രതമായി സ്വീകരിച്ച ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തിലുള്ള ഈ ജസ്റ്റസ് തന്നെ പരിചരിക്കുവാൻ, തന്നെ സഹായിക്കുവാനായിട്ട് വന്ന ഈ വിശ്വഗ്രനായ ഈ സന്യാസി ഈ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഗ്രഹരി മാർപ്പാപ്പയ്ക്ക് വല്ലാത്ത വിഷമമായി. കാരണം മരിച്ചു കഴിഞ്ഞ് ഇനി അദ്ദേഹത്തിന് അദ്ദേഹം എടുത്ത നിയമത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ആ ദിവസം മുതൽ ഗ്രഹരി മാർപ്പാപ്പ അദ്ദേഹം ഈ ജസ്റ്റസ് എന്ന് പറഞ്ഞ ഈ ബെനഡിക്റ്റൻ മങ്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 30 ദിവസം തുടർച്ചയായിട്ട് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഈ 30 ദിവസം കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരേതരായ മോശ മരിച്ചപ്പോൾ ഇസ്രായേൽ ജനം 30 ദിവസം വിലപിച്ചു. അതുപോലെ തന്നെ അഹറോൻ മരിച്ചപ്പോൾ ഇസ്രായേൽ ജനം 30 ദിവസം വിലപിച്ചു. അങ്ങനെ ഈ 30 ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ ഗ്രഹരി മാർപ്പാപ്പ ഈ ജസ്റ്റസ് എന്ന ബെനഡിക്റ്റൻ സന്യാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത് മാർപ്പാപ്പ വേറെ ആരോടും പറഞ്ഞതുമില്ല. പക്ഷേ ഈ 30ാമത്തെ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഈ ജസ്റ്റസ് എന്ന് പറഞ്ഞ ബെനഡിക്റ്റൻ സന്യാസി അദ്ദേഹത്തെ ശുശ്രൂഷിച്ച സഹോദരൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് സ്വർഗത്തിലേക്ക് കയറുവാനായിട്ട് സാധിച്ചു. എൻ്റെ എല്ലാ പാപങ്ങളും പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. ഞാൻ ഇന്ന് സ്വർഗത്തിലേക്ക് കയറി. ഇത് ഓടി വന്നിട്ട് ഈ സഹോദരൻ ഓടി വന്ന് ഗ്രഹരി മാർപ്പാപ്പയോട് അറിയിച്ചപ്പോൾ ഗ്രഹരി മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി ഈ കുർബാനയുടെ ശക്തിയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യമുണ്ട്. പരേതരായിട്ടുള്ളവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവരുടെ കുറവുകളിൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങും. രണ്ടാമത്, മരിച്ചവരെ ഓർത്ത് കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്തണം. നവംബർ മാസത്തിൽ പരേതരായിട്ടുള്ളവരെ ഓർത്ത് കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്തി അവരെ സഹായിക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ അവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായിട്ട് മാറും. കാരണം ഈശോയുടെ പീഡാസഹന മരണത്തിൻ്റെ ആ അഭിഷേകവും അതിലൂടെ ലഭിക്കുന്ന രക്ഷയും ഈ പരേതരായ ആത്മാക്കൾക്കും ലഭിക്കുവാനായിട്ട് കുരിശിൻ്റെ വഴി പ്രാർത്ഥനകൾ സഹായകമാണ്. മൂന്നാമത്, പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല ചൊല്ലി പരേതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ജപമാല പ്രാർത്ഥന വലിയ ശക്തിയുള്ളതാണ്. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട്,
ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ മാതാവ് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുമെന്ന് പറയുകയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരേതരായിട്ടുള്ളവരെ ഓർത്ത് അവർക്ക് വേണ്ടി ജപമാല പ്രാർത്ഥനകൾ ചൊല്ലി ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ശുദ്ധീകരണ സ്ഥലത്തിറങ്ങുമെന്നാണ് ഫൗസ്റ്റീനയ്ക്ക് ലഭിക്കുന്ന വെളിപാട്. നാലാമത്, പരിപൂർണ ദണ്ഡവിമോചന കാലയളവുകളിൽ പരേതരായിട്ടുള്ളവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, നല്ല കുമ്പസാരം നടത്തണം. കാരണം പരേതരായിട്ടുള്ള മരിച്ചുപോയിട്ടുള്ളവരെ ഓർക്കുവാനും അവരുടെ പാപമോചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ സഹായിക്കുന്ന നല്ല അഭിഷേകമുള്ള അനുഗ്രഹമുള്ള ദിനങ്ങളാണ് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന നാളുകൾ. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയും 2-ാം തീയതിയും സഭ പൊർസുങ്കുല ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് പൂർണ്ണ ദണ്ഡവിമോചനം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നവംബർ മാസത്തിൽ ആദ്യത്തെ ഒരാഴ്ച, നവംബർ 1 മുതൽ നവംബർ 8-ാം തീയതി വരെ പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ കാലയളവാണ്. ഈ സമയങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൂർണ്ണ ദണ്ഡവിമോചനത്തിന് ചെയ്യേണ്ട 3 കാര്യങ്ങളെന്ന് പറയുന്നത് നല്ല കുമ്പസാരം നടത്തണം, അതിനുശേഷം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായിട്ട് ഒരു വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരേതരായിട്ടുള്ളവർക്ക് കൂടി ഈ പൂർണ്ണ ദണ്ഡവിമോചനം സ്വന്തമാക്കാനായിട്ട് സാധിക്കുമെന്ന് സഭാ പഠനങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാലയളവുകളിൽ പരേതരായിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. 5-ാമത്, അനുദിന സഹനങ്ങളെ പരേതരായിട്ടുള്ളവരുടെ വിശുദ്ധീകരണത്തിനായിട്ട് കാഴ്ചവെക്കണം. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ, ചില തിരസ്കരണങ്ങൾ, ചില രോഗങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, അല്ലെങ്കിൽ സൽപ്പേരിന് മറ്റുള്ളവരുടെ സ്വാർത്ഥത മൂലം നമ്മുടെ സൽപ്പേരിന് മാനഹാനി സംഭവിക്കുമ്പോൾ ഇതൊക്കെ ഒരു സഹനങ്ങളാണ്. ഈ സഹനങ്ങളെ ചെറുതായി കാണാതെ അത് മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിനായി, പരേതരായിട്ടുള്ളവരുടെ വിശുദ്ധീകരണത്തിനായി, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞിട്ടുള്ളവരുടെ വിശുദ്ധീകരണത്തിനായിട്ട് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. 6-ാമത്, കാരുണ്യ പ്രവൃത്തികളിൽ പങ്കുചേർന്ന് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 33 പറയുകയാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കാരുണ്യ പ്രവൃത്തികളിൽ നമ്മൾ വ്യാപൃതരായിരുന്നു കൊണ്ട് മരിച്ചവർക്ക് വേണ്ടി അത് കാഴ്ചവെച്ച ദൈവസന്നിധിയിൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 7-ാമത്, വെഞ്ചരിച്ച വെള്ളം വിശ്വാസപൂർവം നമ്മൾ അത് തളിച്ച് പ്രാർത്ഥിക്കണം. ഇത് പറയുവാനായിട്ട് കാരണം 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു മകന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അവൻ ഈ 7-ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിലും അവന് ദൈവികമായ ചിന്തകളും വെളിപാടുകളും ദൈവാനുഭവമുള്ള പയ്യനായിരുന്നു. അതുകൊണ്ട് അവൻ വീട്ടിലൊക്കെ ഇരുന്ന് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ വേദനകൾ, പീഡനങ്ങൾ. ഈ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അവൻ ദേവാലയത്തിൽ ചെന്ന് വെഞ്ചരിച്ച വെള്ളം കൊണ്ടുവന്ന് വീട്ടിൽ വച്ചിരിക്കും. എന്നിട്ട് ജപമാല പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അവൻ്റെ മുറിയിൽ ചെന്നിരുന്നിട്ട് അവൻ ഈ പരേതരായിട്ടുള്ള ആത്മാക്കളെയൊക്കെ മനസ്സിൽ കണ്ട് ഈ വെഞ്ചരിച്ച വെള്ളം അവിടെ ഒരു ടവലെടുത്ത് വെച്ചിട്ട് ആ ടവലിൽ ഒഴിച്ച് ഈ പരേതരായിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഈ 7-ാം ക്ലാസ്സിലെ പയ്യൻ പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ബുദ്ധിയുടെയും യുക്തിയുടെയും തലത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഇതിനെന്താണെന്ന് ചിലപ്പോൾ മണ്ടത്തരമാണെന്ന് തോന്നാം. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ ചെറിയ കാര്യങ്ങളിൽ വലിയ ദൈവിക ഇടപെടലുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25 പറയുന്നില്ലേ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ വിമുക്തരാക്കും. പ്രിയമുള്ളവരെ, മരിച്ചവരെ ഓർത്ത് അവരെ വിശുദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വെഞ്ചരിച്ച വെള്ളമൊക്കെ തള്ളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതങ്ങളിൽ ദൈവാഭിഷേകവും ദൈവാനുഗ്രഹവും കടന്നു വരുവാനായിട്ട് അത് സഹായിക്കും. 8-ാമത്, മരിച്ചവരുടെ കുഴിമാടങ്ങളിൽ അത് പോയി വെഞ്ചരിച്ച മെഴുകുതിരികൾ കത്തിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, പരേതരെ അടക്കം ചെയ്തിരിക്കുന്ന സെമിത്തേരികളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ സന്ദർശിക്കുവാനും
മെഴുകുതിരി കത്തിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ജീവിച്ചിരിക്കുന്നവർക്ക് കഴിയണം. ഇന്നെന്താണ്? സമയമില്ല. മരിച്ച് 1-2 വർഷമൊക്കെ ചിലപ്പോൾ നമ്മൾ അവരെയൊക്കെ ഓർക്കും, ചിലപ്പോൾ അങ്ങ് സെമിത്തേരിയിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കും, പൂക്കളൊക്കെ വയ്ക്കും. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ, ചിലരൊക്കെ 5 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോഴൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചവരെ പോലും ഓർക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകരെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തലമുറകൾക്ക് ഒരു ബോധ്യം കൊടുക്കണം. നമുക്ക് മുൻപേ ഈ ഭൂമിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ജീവിച്ച് കടന്നുപോയവരെ നമ്മൾ ഓർക്കുവാനും തലമുറകളോട് അത് പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് സങ്കീർത്തനം 130 സങ്കീർത്തനമൊക്കെ കുഴിമാടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മനോഹരമായ പരേതരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്ന 130 സങ്കീർത്തനം സെമിത്തേരികളിലൊക്കെ ചെന്ന് പരേതരെ അടക്കം ചെയ്തിരിക്കുന്ന കുഴിമാടങ്ങളിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൾ കടന്നു ചെല്ലും. 9, പരിശുദ്ധ കുർബാന സൂക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ, ദേവാലയങ്ങളിലും കപ്പേളകളിലും ചെന്ന് അവർക്ക് പരേതരായിട്ടുള്ളവരെ മനസ്സിൽ കണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ദിവ്യകാരുണ്യ സന്ദർശനം നടത്താനായിട്ട് കഴിയണം. 10, കരുണയുടെ ജപമാല ചൊല്ലി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ആ ഡയറി കുറിപ്പിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ജൂൺ മാസം 6-ാം തീയതി കൊടുത്ത ഒരു ദർശനമാണ്. 1937 ഈശോ ഫൗസ്റ്റീനയോട് സംസാരിക്കുകയാണ്. എൻ്റെ ആർദ്രത അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പാപിയെപ്പോലും എനിക്ക് ശിക്ഷിക്കാനാകില്ല. നീതിയുള്ള ന്യായാധിപനായി വരുന്നതിന് മുൻപ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കും. നീതിയുടെ വിധിയാളനായി വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. ഫൗസ്റ്റീനയ്ക്ക് കൊടുത്ത കരുണയുള്ള ഈശോയുടെ സംസാരമായിരുന്നു ഈ വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം, കരുണയുടെ ഈ കാലഘട്ടത്തിൽ പരേതരായിട്ടുള്ളവരെ ഓർത്ത് അവർക്ക് വേണ്ടി നമ്മൾ കരുണയുടെ പ്രാർത്ഥന ചൊല്ലി, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദൈവാനുഗ്രഹങ്ങൾ നമുക്കും പരേതരായിട്ടുള്ളവർക്കും ലഭിക്കുമെന്ന് പറയുകയാണ്. വീണ്ടും ഫൗസ്റ്റീന ഇപ്രകാരം ഡയറിക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഈ സ്വരം ഞാൻ ശ്രവിച്ചു. ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആത്മാക്കൾക്ക് ഞാൻ എത്രയോ ഉന്നതമായ പ്രസാദവരങ്ങൾ നൽകും. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് വേണ്ടി എൻ്റെ ദയാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും. കരുണയുടെ ഈ സമയത്ത് എല്ലാവരും എൻ്റെ കരുണയുടെ ഉറവയിൽ അഭയം തേടട്ടെ. അവിടെ നിന്ന് അവർക്ക് വേണ്ടി ഒഴുകിയെത്തുന്ന തിരുരക്തത്തിൽ നിന്ന്, തിരുജലത്തിൽ നിന്ന് അവർ ഫലമെടുക്കട്ടെ. ഓരോ പ്രാവശ്യവും നമ്മൾ കരുണയുടെ ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ ഈശോയുടെ കുരിശിൽ നിന്ന്, അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും അഭിഷേകം പരേതരായിട്ടുള്ള ആത്മാക്കളുടെ ജീവിതങ്ങളിൽ അത് അനുഗ്രഹമായി രൂപാന്തരപ്പെടുത്തുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ നവംബർ മാസം പരേതരായിട്ടുള്ള ആത്മാക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഈ മാസത്തിൽ നമുക്ക് പരേതരെ ഓർക്കാം, അവരെ സ്നേഹിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലുള്ള തലമുറയ്ക്ക് കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ അറിയില്ലെങ്കിൽ മുതിർന്നവർ അവരോട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ ഇളം തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. അത് അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും. ഈ ഭൂമിയിലായിരിക്കുന്നവരുടെ ജീവിതത്തെ വെണ്മയുള്ളതാക്കുവാനും വിശുദ്ധിയിൽ നിലനിർത്തുവാനും ദൈവപ്രസാദവരത്തിന് യോഗ്യമായ ഒരു ജീവിതമാക്കി മാറ്റുവാനും പരേതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സഹായിക്കുമെന്ന് തിരിച്ചറിയണം. ഈ ദിനത്തിൽ ദൈവകരങ്ങളിൽ നമ്മെയും പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് പരേതരായി കടന്നുപോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഈ ദിനത്തിൽ ഓർക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു ധർമ്മമാണല്ലോ പരേതരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ അറിവിൽ നിന്ന് മരണമടഞ്ഞിട്ടുള്ള എല്ലാ പരേതരായിട്ടുള്ള ആത്മാക്കളെയും, ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കളെയും ഈ ദിനത്തിൽ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കരുണയുള്ള ഈശോയെ, അവരുടെ ജീവിതത്തിലെ കുറവുകൾ, വീഴ്ചകൾ നിൻ്റെ തിരിച്ചുവരയാൽ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധരുടെ കൂട്ടായ്മയിൽ അവരെ പങ്കുചേർക്കണമേ. ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയിലും സ്നേഹത്തിലും നന്മയിലും ജീവിച്ച് സ്വർഗീയ ഭവനത്തിലെ ഭാഗവാക്കാകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ.
നിത്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.